കറുത്ത കാക്ക എല്ലാവരുടെ വീട്ടിൽ പോയിട്ടും സഹായം ചോദിക്കാൻ തുടങ്ങി. പക്ഷെ ആരും അവനെ സഹായിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ അവൻ തളർന്ന് ടോണി കിളിയുടെ അടുത്തെത്തിയിരുന്നു. ടോണി, എന്റെ പത്നിക്ക് ഈ കൊടും തണുപ്പിൽ അസുഖം പിടിപെട്ടിരിക്കുന്നു. അവളെ സഹായിക്കൂ, അവൾക്കൊന്നും പറ്റരുത്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ലായിരുന്നോ കുറച്ച് കഷ്ടപ്പെട്ട് വീടൊക്കെ ഉണ്ടാക്കി വെക്കാൻ? നിങ്ങൾ ആ സമയത്ത് എന്റെ കാര്യം പോലും കേട്ടില്ല. നിങ്ങൾ ശരിക്കും കള്ളന്മാരാ. ആർക്കറിയാം നിങ്ങൾ ഈ പറയുന്നത് ഇപ്പൊ സത്യാണോ ഇല്ലയോന്ന്? ഇറങ്ങിപ്പൊക്കോ ഇവിടുന്ന്. കറുത്ത കാക്ക കരയാൻ തുടങ്ങി. കൈകൂപ്പി അവൻ ടോണിയോട് പറഞ്ഞു, ഇന്നുവരെ ഞാനും എന്റെ പത്നിയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സഹായം വളരെ ആവശ്യമാണ്. പ്ലീസ്, ഞങ്ങളെ സഹായിക്കൂ. ടോണി കിളി കറുത്ത കാക്കയുടെ കണ്ണീര് കണ്ടങ്ങ് വീണുപോയി. അങ്ങനെ മൈനേനെയും കറുത്ത കാക്കേനെയും വീട്ടിൽ കയറ്റാൻ സമ്മതിച്ചു. അതുകൂടാണ്ട് രാത്രി മുഴുവനും മൈനേനെ നോക്കി ഇരുന്നു ടോണിക്കിളി. അവളുടെ തലയിൽ തണുത്ത ഒരു തുണി വെച്ച് കെട്ടി. അങ്ങനെ മൈനയുടെ അസുഖം കുറഞ്ഞു വന്നു. അടുത്ത ദിവസം രാവിലെ മൈന എണീറ്റപ്പോഴേക്കും അവൾ ടോണിക്കിളിയോട് പറഞ്ഞു, ടോണി, നീ എന്ത് നല്ല ഒരാളാണ്. ഞാൻ നിന്നെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും നീ എന്നെ സഹായിച്ചില്ലേ? ഞാൻ ഈ സഹായം ഒരിക്കലും മറക്കില്ല.